സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ സംഘടനാ കൊലപാതകം. പണ്ട് പല രൂപത്തിലുള്ള സംഘടനാ കൊലപാതകങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. സംഘടനാ കൊലപാതകം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹപ്രവർത്തകരെ കൊല്ലുക. അതിന്റെ മേലി കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടത്. ഇതിനോടകം അങ്ങനെ ഒരു ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗ്യരായ കോൺഗ്രസ് പ്രവർത്തകർ പലരും. തൃശ്ശൂരിൽ ലാൽജി പൊള്ളന്നൂർ സംഘടനാ കൊലപാതകത്തിന്റെ ഇരയായി. മധു ഈച്ചറത്ത്, ഹനീഫ, പുതുപ്പള്ളിയിലെ ഔസേപ്പ്, ഇതൊക്കെ കൂടെ കൊടി പിടിക്കുന്നവരെ സംഘടനാ ഗ്രൂപ്പിന്റെ പേരിൽ സഹപ്രവർത്തകർ കൊന്ന അനുഭവം. അത് ചരിത്രത്തിൽ അങ്ങനെ നീണ്ടുകിടക്കുന്നു. മട്ടന്നൂരിലെ പുതിയ വീട്ടിൽ ബഷീർ, അങ്ങനെ പോകുന്നു. അതിൽ നിന്നുമുള്ള ഏക വ്യത്യാസം മരണത്തിലേക്ക് ബലമായി എൻ.എം. വിജയനെയും മകനെയും കോൺഗ്രസ് നേതൃത്വം തള്ളിയിട്ടു. നേരിട്ട് കുത്തിക്കൊന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞവരൊക്കെ അങ്ങനെയും. ഇത് നേരിട്ട് കുത്തിക്കൊല്ലുന്നതിന് പകരം മരിക്കുകയല്ലാതെ പോംവഴിയില്ല എന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് എത്തിച്ച് ദയാരഹിതമായി കൊന്നുകളഞ്ഞു. ആ സംഘടനാ കൊലപാതകമാണ് ഇവിടെ നടന്നത്. നിഷ്ഠൂരമായ മനുഷ്യക്കുരുതി. ആ മനുഷ്യക്കുരുതിയുടെ ഉത്തരവാദി ഇവിടെ പരാമർശിച്ചതുപോലെ വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതൃത്വമായ DCC പ്രസിഡന്റ് അപ്പച്ചനും MLA IC ബാലകൃഷ്ണനുമാണ്. ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല. രാഷ്ട്രീയമായി DCC പ്രസിഡന്റിന്റെ രാഷ്ട്രീയ സമീപനങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം. IC ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവിനെ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർക്കുന്നുണ്ടാവാം. എന്നാൽ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ നാം ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല. പിന്നെയോ കോൺഗ്രസിന്റെ സംഘടനാ കൊലപാതകത്തിന്റെ ഇര N.M. വിജയന്റെ ആത്മഹത്യാ കുറിപ്പാണ്. ആത്മഹത്യാ കുറിപ്പിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഒരു വ്യാഖ്യാനത്തിനും ന്യായീകരണത്തിനും അവസരം കൊടുക്കാതെ പച്ചയായി തന്റെ ദുരന്തത്തിന്റെ ഉത്തരവാദികളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒന്ന് ആലോചിക്കണം. വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണെങ്കിലും അക്കാരണത്താൽ രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും N.M. വിജയൻ എന്ന കോൺഗ്രസുകാരൻ, അദ്ദേഹം ആ പാർട്ടിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഈ ആത്മഹത്യാ കുറിപ്പിൽ പോലും അതിന്റെ സൂചനകൾ നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 10 ദിവസം കാത്തിരിക്കണം എന്നാണ്. കുടുംബാംഗങ്ങളോട് 10 ദിവസം കാത്തിരിക്കണം. തന്റെ മുന്നിൽ മനസ്സലിയാതെ കൊടും ക്രൂരതയ്ക്ക് തന്നെ ഇരയാക്കിയ, മരണത്തിലേക്ക് തള്ളിയിട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തോട് വിയോജിക്കുമ്പോഴും N.M. വിജയൻ എന്ന പതിറ്റാണ്ടുകൾ കോൺഗ്രസിന്റെ കൊടി പിടിച്ച ആ രാഷ്ട്രീയ നേതാവ്, വയനാട് DCCയുടെ പ്രസിഡന്റ്, അവസാനത്തെ ശ്വാസത്തിലും ഒരു പ്രതീക്ഷയുടെ കണം ബാക്കി വെച്ചു. അദ്ദേഹം കരുതി മകനും താനും പോംവഴിയില്ലാതെ മരണത്തിന്റെ കീഴടങ്ങുമ്പോ ആ മഹാദുരന്തം കാണുമ്പോഴെങ്കിലും മനുഷ്യരായി പിറന്നവരെങ്കിൽ തന്റെ നേതാക്കന്മാർ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ പ്രാണൻ വിട്ടകന്നു പോകുന്ന നിമിഷത്തിലെങ്കിലും ഒരു വേള മനുഷ്യരായി മാറിയേക്കാം. അങ്ങനെയെങ്കിൽ താനും കുടുംബവും നേരിട്ട പരിഹരിക്കാനാവാത്ത പ്രതിസന്ധി, അതിനൊരു പരിഹാരം കാണാൻ അവർ ഇടപെട്ടേക്കാം. അങ്ങനെ ഇടപെടുന്നുവെങ്കിൽ താൻ വിശ്വാസമർപ്പിച്ച പ്രസ്ഥാനത്തെ ഇതിന്റെ പേരിൽ ആരും കുറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്താനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്ന് കരുതി മക്കൾക്കുള്ള നിർദ്ദേശമായി എഴുതി 10 നാൾ കാത്തിരിക്കണം. ജീവൻ ഒടുക്കുമ്പോഴും N.M. വിജയൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷയുടെ ഒരു കണിക ബാക്കി വെച്ചു. 2 മനുഷ്യജീവനുകൾ
പിടഞ്ഞില്ലാതാകുന്നത് കാണുമ്പോഴെങ്കിലും തന്റെ നേതൃത്വം, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് ഒരു ഇത്തിരി മനുഷ്യപ്പറ്റി കാണിച്ചേക്കും, പ്രശ്നങ്ങളിൽ ഇടപെട്ടേക്കും. അങ്ങനെയെങ്കിൽ അവസാന ശ്വാസം വരെ താൻ കൊടിപിടിച്ച ആശയം, ആ പ്രസ്ഥാനം ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെടരുത് എന്നതുകൊണ്ട് ഇത് പുറത്തുവിടരുതെന്നാണ് നിർദ്ദേശം. മക്കൾ കാത്തിരുന്നു, മകൻ കാത്തിരുന്നു, മറ്റു കുടുംബാംഗങ്ങൾ കാത്തിരുന്നു, അവരും പ്രതീക്ഷിച്ചു.